നിങ്ങൾ കണ്ടുപഴകിയ കാലുകൾ തന്നെ എന്റെ ഉറ്റ തോഴനും സന്തത സഹചാരിയും നിങ്ങൾക്കെല്ലാം കാണപ്പെട്ട ദൈവവുമായ, അയ്യോ അല്ലല്ല, കണ്ടു കിട്ടാത്ത ദൈവവുമായ അഗ്നിവർണ്ണ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട കാലുകളാണിവ. ഈ അസാമാന്യവും അസുലഭവുമായ കാലുകളെ രത്നം വധിച്ച സിംഹാസനത്തിൽ വച്ചുകൊള്ളട്ടെ. ആ ശരി. മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ കാലുകൾ വിജയിക്കട്ടെ. അങ്ങനെ അല്ല പറയേണ്ടത്. അഗ്നിവർണ്ണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ എന്ന് തിരുത്തി പറയൂ. ഈ കാലുകൾ തന്നെയാണ് രാജാവ്. അഗ്നിവർണ്ണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ. അഗ്നിവർണ്ണ മഹാരാജാവ് തന്നെ വിജയിക്കട്ടെ. വിദൂഷകന്റെ ജോലി തൽക്കാലം ഇവിടെ തീർന്നു. പ്രജാവത്സരനായ അഗ്നിവർണ്ണ മഹാരാജാവ് ഇവിടെ സങ്കടങ്ങളും പരാതികളും കേൾക്കുന്നതാണ്. വിദൂഷകനാകട്ടെ യാതൊരുവിധ പരാതികളുമില്ല. ഹാസ്യ കഥാപാത്രമാണല്ലോ, അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. മൂക്കറ്റം ശാപ്പാട്, പകലിര ഉറക്കം. അധിക്ഷേപത്തിലോ യാതൊരുവിധോ പ്രജകളുടെ ചിരിമുടങ്ങുന്നത് അല്ല. എങ്ങനെയായാലും ഒരു വിരോധമോ ഇല്ല. മഹാരാജാവിന്റെ ഉറ്റ തോഴനുമാണ് ഈ വിദൂഷകൻ. എപ്പോഴും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകുമെന്നാണ് വൈപ്പ്. പതിവിൻപടിയുള്ള പ്രാർത്ഥന തുടങ്ങിക്കൊള്ളൂ. അതിന് വിശപ്പുണ്ടോ നമുക്ക്? അല്ല, ഈ വിശപ്പ് പോലുള്ള താളതരം കാര്യങ്ങളിൽ നാം വ്യാപൃതരാകാറുണ്ടോ? ഉണ്ടോ ഉണ്ടോ എന്നാണ് ഈ വിദൂഷകന്റെ ഒരു സംശയം. രാജസന്നിധിയിൽ വെച്ച് അപശബ്ദം പുറപ്പെടുവിക്കുന്നവരെ സംഘത്തിൽ നിന്നും പുറത്താണ്. രാജാവിന്റെ കാലുകൾ കണ്ടാൽ ഞങ്ങൾക്ക് വിശപ്പേ ഇല്ല. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. രാജാവിന്റെ കാലുകളെ പുകഴ്ത്തി പാടാം.
നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് പിടികിട്ടാത്തയാളാണ്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ഇവിടെ ആകെ ശവത്തിന്റെ ദുർഗന്ധം നിങ്ങൾക്ക് തോന്നിയില്ലേ? ഇല്ല. നിങ്ങളുടെ കയ്യിൽ എന്തിനാ ഈ തടിച്ച പുസ്തകം? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. നിങ്ങൾ എവിടെ ഇരുന്ന് വായിക്കാനാണോ ഭാവം? ഭയം തോന്നുന്നില്ലേ? ഇതെന്തൊരു നശിച്ച വായന! എനിക്ക് ഭയം വരുന്നു. ഇവിടെ വരരുതായിരുന്നു ഇല്ലേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. സമീപനത്തിന്റെ വ്യത്യാസമാണ്. നിങ്ങൾ എന്തായി വായിക്കുന്നത്? ഇതൊരു പുസ്തകം. നിങ്ങളാ ശബ്ദം കേട്ടില്ലേ? നാം ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത് നന്നായി. ആർക്ക്? എനിക്കും നിങ്ങൾക്കും രാജ്യത്തിനും. ഓഹോ, രാജ്യത്തിനും. നിങ്ങൾക്കിരിക്കാൻ സ്ഥലമില്ലെന്നാണോ? ആ സിംഹാസനത്തിൽ പോയിരുന്നോളൂ. സിംഹാസനത്തിലോ? അതിൽ രണ്ട് കാലുകൾ. അതങ്ങോട്ട് മാറ്റിവെച്ചിട്ടിരുന്നോളൂ. ഏതായാലും എന്നെ ശല്യപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് വായിക്കണം. ഇത് വായിക്കാൻ പറ്റിയ സ്ഥലമാണോ? ആയിരിക്കും. അതെ, പിണങ്ങരുത്. ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ പേരെന്താ? ചിന്താരാമൻ. നാം ചേരേണ്ടവരാണ്. എന്റെ പേര് കേവലരാമൻ എന്നാണ്. ചിന്താരാമനും കേവലരാമനും. കേവലരാമ, ചിന്താരാമ, കേവലരാമ, ദയവ് ചെയ്ത് മിണ്ടാതിരിക്കൂ. ആ സിംഹാസനത്തിൽ പോയി സുഖമായി രാജാരാമനായി ഇരുന്നോളൂ. പക്ഷേ അപകടം വരുമ്പോ നിങ്ങൾ എന്നെ കൈവിടരുത്. ഞാനോ? ഞാൻ കൂടെ ഉണ്ട്.
അഗ്നിവർണ്ണ മഹാരാജാവിന്റെ പ്രിയപ്പെട്ട കൊത്തുവാളാണ് ഞാൻ. അപ്പോ സ്ഥലത്തെ നിയമരാമൻ? അതെ, നിയമരാമൻ തന്നെ. ആ, നമ്മുടെ മഹാരാജാവിന് അദ്ദേഹത്തിന്റെ കുലത്തിൽ അത്യുന്നതനായിരുന്ന ശ്രീരാമചന്ദ്രന്റെ പേരുകൂടെ കൂട്ടി അറിയപ്പെടുന്നത് വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിന് മറ്റൊരിഷ്ടം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ കാലുകളെ ശല്യപ്പെടുത്തി സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന പ്രജാരാമന്മാരെ കടലിക്ക് പിടിച്ച് തള്ളുക. ചിന്താരാമ, അപകടത്തിൽ താൻ എന്നെ കൈവിടുകയില്ലെന്ന് പറഞ്ഞിട്ട് പുസ്തകം വായനയാണോ? കൊത്തുവാൻ, നിങ്ങൾ ആരായാലും വെറുതെ നിയമം കയ്യിലെടുത്ത് ആപത്തിൽ ചാടരുത്. അതാണോ എന്റെ ജോലി. ഏത് ആപത്തിൽ ചാടലോ? അല്ല, ദേ ഇത് കയ്യിൽ വെക്കുക. ഇത് കണ്ടോ? അതിപ്പോ മനസ്സിലായില്ലേ? അതാ ചോദിച്ചത്. എനിക്കൊരു സംശയം, നിങ്ങൾ തന്നെയല്ലേ അഗ്നിവർണ്ണ മഹാരാജാവ്? എന്ത് വേണമെങ്കിലും ധരിച്ചോളൂ. അപ്പോൾ ഈ മരക്കാലുകൾ ആരുടേതാണ്? രാജാവിന്റേതാണ്. രാജാവിന്റെ ബാക്കി എവിടെ? ശരീരം, തല, കൈകൾ, ചെവി അതെല്ലാം പിന്നിലേക്ക് അതാതിന്റെ സ്ഥാനത്ത് തന്നെ ഉണ്ട്. ഉണ്ടോ? നല്ല ഘടന. കേട്ടോ ചിന്താരാമ, നമ്മുടെ അഗ്നിവർണ്ണ മഹാരാജാവിന്റെ ഇന്ദ്രിയ ഘടന കണ്ടോ? എനിക്ക് ഈ ഘടന മുൻപേ അറിയാം. അതല്ലേ ഞാൻ തന്നെ പോലെ ഭയപ്പെടാത്തത്. അത് കണ്ട് രസിക്കാനാ ഞാൻ ഇവിടെ വന്നത്. ഞാനിവിടെ വന്നത് എന്റെ സങ്കടങ്ങൾ ആ തൃപ്പാദങ്ങളിൽ ഉണർത്താനാണ്. കാലുകളോട് സങ്കടം ഉണർത്താനോ? ഭ്രാന്ത്. ആട്ടെ, തന്റെ സങ്കടം എന്താ? ഇവിടെ ഒരു രാജാവില്ലെന്ന്. ഇവിടെ ഒരു രാജാവുണ്ട്, അന്നദാതാവായ പൊന്നു തമ്പുരാൻ. അത് ഞാനാണ്. ആ കാണുന്നത് എന്റെ കാലുകളാണ്. ഭ്രാന്ത് പറയാതടോ. ഇവിടെ ഇരുന്ന് അലക്ഷ്യമായി പുസ്തകം വായിച്ചതിന് തനിക്ക് വേണമെങ്കിൽ മാപ്പ് തരാം. എന്നാൽ രാജദ്രോഹം പറയുന്നതിന് മാപ്പില്ല. രക്ഷ വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊയ്ക്കോളണം. കൊത്തുവാൻ തമാശ പറയുകയായിരിക്കും. അതിന് ഞാൻ വിദൂഷകനല്ല. താൻ ആരായാലും ഒരു ചുക്കും ചെയ്യാനില്ല. ഞാനാണ് രാജാവ്. എന്റെ കാലുകൾ നിങ്ങൾക്ക് മാപ്പ് തന്നിരിക്കുന്നു. ഓ, ഉത്തരവ്. താൻ കളിയാക്കണ്ടോ? ഇവിടെ ഒരു രാജാവില്ലെന്ന് ഞാൻ പറയുന്നു. ഇത് കണ്ടോ? ഇത് കണ്ടോ? തന്റെ പുസ്തകത്തെക്കാൾ തടിച്ച പുസ്തകങ്ങൾ ഈ കൊട്ടാരത്തിൽ അടങ്ങിയിരിപ്പുണ്ട്. ഞങ്ങളുടെ മഹാരാജാവ് എന്തുമാത്രം പുസ്തകങ്ങൾ തിന്നുതീർത്ത ആളാണെന്നോ? ഓഹോ, അപ്പോൾ അദ്ദേഹത്തിന് വായുണ്ട്. വായുണ്ടെങ്കിലും വായിക്കാൻ നേരമില്ലാഞ്ഞിട്ട് അദ്ദേഹം വേറൊരാളെ ഇരുത്തി വായിപ്പിക്കുന്നുണ്ട്. അറിയാമോ? മാറി നിൽക്ക്. അഗ്നിവർണ്ണ മഹാരാജാവ് എഴുന്നള്ളുന്നു. അഗ്നിവർണ്ണ മഹാരാജാവ് എഴുന്നള്ളുന്നു. നമുക്കെങ്ങും പോകണ്ട. രാജാവ് നമ്മെ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യാനാ? ഒരു ചുക്കും ചെയ്യാനില്ല. മാറി നിൽക്ക്. തള്ളാതെ, ഞങ്ങൾക്ക് രാജാവിനെ കാണണം. രാജാവിന് ഞങ്ങളെയും കാണണം. ഞങ്ങൾക്ക് കാലുകൾ കണ്ടാൽ പോരാ. ആരിത്? സാക്ഷാൽ ചാണക്യനോ? അല്ല, വസിഷ്ഠൻ. ഛീ, ധിക്കാരം പറയുന്നു. ഇതാണ് രാജഗുരു. തൊഴുതോളൂ, തൊഴുതോളൂ.
നിങ്ങൾ വിനയം കാട്ടിയില്ല. രാജഗുരു, രാജാവിനേക്കാൾ താൻ തന്നെയാണോ വലിയവൻ? താനോ അധിക പ്രസംഗി? കൊത്തുവാൾ, ഇവനെ നാം വിദൂഷകനാക്കുന്നു. വിശേഷേണ ദൂഷകൻ. അവൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. രാജഗുരു, തന്നോടൊന്ന് ചോദിക്കാനുണ്ട്. ഇവിടെ ഭരണമെന്നൊന്നുണ്ടോ? പിന്നെ ഇല്ലാതെ. എവിടെ മഹാരാജാവ്? ഞങ്ങളുടെ പരാതി ആരോടാ ഒന്ന് പറയുക. അവിടെ പറഞ്ഞോളൂ, ഞാൻ കുറിച്ചെടുക്കാം. രാജാവിന്റെ കാലാണ് എന്റെ ചെവി. എങ്കിൽ ഞങ്ങൾക്ക് പരാതിയില്ല. രാജാവിന്റെ കാലുകൾക്ക് പകരം അദ്ദേഹത്തിന്റെ തന്നെ ചെവികൾ അവിടെ വച്ചുകൂടി. രാജാവിന്റെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം പിടിപ്പത് ജോലിയുണ്ട്. ജോലിയെല്ലാം കഴിഞ്ഞ് ഇന്ദ്രിയങ്ങൾ സ്വതന്ത്രമാകട്ടെ, അതുവരെ ഞങ്ങൾ കാത്തിരിക്കാം. ഈ രാജഗുരു മുമ്പ് ആരായിരുന്നുവെന്ന് രാജ്യത്താർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഹേ രാജഗുരു, മരിച്ചുപോയ രാജാവിന്റെ വിദൂഷകനായിരുന്നില്ലേ നിങ്ങൾ? എടോ കേവലരാമ, മരിച്ചുപോയതല്ല, കൊന്നുകളഞ്ഞ രാജാവ്. ഇപ്പോഴത്തെ കാലുകാരൻ രാജാവിന്റെ ഭ്രാന്ത് പിടിച്ച ഇന്ദ്രിയങ്ങളുടെ ലഹരി ഇയാളല്ലേ പഴയ രാജാവിനെ വധിച്ചത്? അതോടെ ഈ വംശത്തിൽപ്പെട്ട എല്ലാ രാജാക്കന്മാരെയും ഇയാൾ കൊന്നുകളഞ്ഞു. നിന്നെ ഞാൻ വെറുതെ വിടാൻ നിശ്ചയിച്ചിട്ടില്ല. കൊല്ലമരത്തിലേക്ക്. ബുദ്ധിരാമൻ ഇടയ്ക്ക് തട്ടിവിടുന്ന തമാശയായിരിക്കും. അഗ്നിവർണ്ണ മഹാരാജാവ് എഴുന്നള്ളുന്നു. അഗ്നിവർണ്ണ മഹാരാജാവ് എഴുന്നള്ളുന്നു. ആകെ എന്താ ഒരു മൗനം. വിദൂഷകൻ പ്രവേശിക്കുമ്പോൾ എല്ലാവരും തലകുമ്പിട്ട് നിൽക്കുന്നല്ലോ. വിദൂഷകന്റെ എഴുന്നള്ളത്തിനും കൊമ്പും കുഴലുമോ? ഈ പതിവ് എന്ന് തുടങ്ങി? വിദൂഷകൻ മഹാരാജാവിന്റെ ഉറ്റ തോഴനാണെന്ന് കുഴലൂത്തുകാർക്കറിയാം. എന്റെ പുറപ്പാടിന് എന്തിന് കൊമ്പും കുഴലും വേണ്ടെന്ന് വെക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഒരു വിരോധവും ഇല്ല. ആർക്ക് വിരോധമില്ല? നാം രാജഗുരു വിരോധിക്കുന്നു. എന്റെ തോഴൻ അഗ്നിവർണ്ണ മഹാരാജാവ് ജീവിച്ചിരിക്കുമ്പോഴോ ശിക്ഷയായി? അതിന് അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? ആ ചോദ്യം വിദൂഷകനെ നന്നെ ബോധിച്ചു. എന്നാൽ പറയാം, കഷ്ടിച്ച് ജീവിച്ചിരിപ്പുണ്ട്. കാലുകൾ ജീവിച്ചിരിക്കുന്നു, ഇന്ദ്രിയങ്ങൾ മരിച്ചു ജീവിക്കുന്നു, ജീവിച്ച് മരിക്കുന്നു. ആ ഹാസ്യവും ഒന്നാന്തരമായി. എന്നാൽ എന്റെ തോഴന്റെ ഇന്ദ്രിയങ്ങൾ സദാ ഉണർന്നു തന്നെയാണ്. കൊത്തുവാൾ, ഈ രസികൻ ആരാണ്? ചിന്താരാമ, ഇത് വിദൂഷകൻ തന്നെയാണോ? രാജാവ് വേഷം മാറി വന്നതല്ലേ? അങ്ങനെ വിശ്വസിക്കാൻ തോന്നുന്നു. ഏയ്, ഇയാൾക്ക് രണ്ട് കാലുകൾ വേറെ തന്നെ ഇല്ലേ? ഇയാൾ ആരാണെന്ന് ഞാൻ പറയാം. ഹാസ്യനടനാണ്. മരിച്ചുപോയ രാജാവിന്റെ കാലത്ത് മന്ത്രിയോ രാജഗുരുവോ ഏതാണ്ടായിരുന്നു. ഇപ്പോ ജോലിയിൽ നിന്നും തരം താഴ്ത്തി. ഏയ്, തരം പൊക്കി എന്ന് പറയൂ. വിദൂഷകനാണ് ഒന്നാം സ്ഥാനം, അറിയാമോ? വളരെ ശരി. തന്റെ ജോലി രാജാവിന്റെ കാലെടുത്ത് സിംഹാസനത്തിൽ വെക്കലല്ലേ? പ്രജകളുടെ സങ്കടം ബോധിപ്പിക്കാൻ എന്നും കാലെടുത്ത് സിംഹാസനത്തിൽ വെക്കണം. സമയം കഴിഞ്ഞാൽ അതെടുത്ത് തിരികെ കൊണ്ടുപോകണം. മിടുക്കൻ. വാസ്തവത്തിൽ കാലുകൾ തിരികെ കൊണ്ടുപോകാൻ സമയമായി. അതാണ് ഞാനിങ്ങോട്ട് വന്നത്. ഇതെത്ര കണിശമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഹേയ് വിദൂഷക, നിങ്ങളല്ല രാജാവെന്ന് വിശ്വസിക്കാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല.
താൻ ആ സിംഹാസനത്തിലേക്ക് ഇരുന്നോളൂ. ഞങ്ങൾ കൊതിതീരെ ഒന്ന് വിളിക്കട്ടെ. ഹാസ്യരാമ, ഫലിതം അങ്ങോട്ട് ഏറ്റെടുത്തോ. എന്നാൽ ഞാൻ ആ സിംഹാസനത്തിൽ ഒന്ന് ഇരുന്നാലും തോഴരൊന്നും പറയില്ല. അത് മനസ്സിലായി. ആരിരുന്നാലും ഒന്നും പറയാത്ത തോഴനാണെന്ന്. ഏയ്, അതൊന്നുമല്ല. അങ്ങനെ എല്ലാവർക്കും കയറിയിരിക്കാനുള്ളതല്ല എന്റെ തോഴന്റെ സിംഹാസനം. ഈ രാജഗുരുവിന് പോലും അവിടെ ഇരിക്കാൻ കാര്യമില്ല. എന്നാൽ ഞാൻ ഈ വിദൂഷകൻ ഇരുന്നിരിക്കും. കൊത്തുവാൾ വിദൂഷകൻ അവിടെ ഇരുന്നുകൂടാ. കൊത്തുവാളും മഹാഭരണപ്രിയനാണല്ലോ. ഇവിടെ ഇരുന്നാൽ എന്ത് വരുമെന്നൊന്ന് അറിയട്ടെ. കൊത്തുവാൾ വിദൂഷകൻ, നിങ്ങൾക്ക് നിയമത്തെ ധിക്കരിക്കാൻ അനുവാദമില്ല. ഉണ്ടെങ്കിൽ അതിനനുവദിച്ചുകൊണ്ടുള്ള തിരുവെഴുത്തുണ്ടാകണം. തിരുവെഴുത്തെല്ലാം ഞാൻ തന്നെയല്ലേ എഴുതുന്നത്. താൻ പരിഭ്രമിക്കണ്ട. തോഴരാണ് തുല്യം ചാർത്തുന്നതെങ്കിലും എഴുത്തൊക്കെ ഞാൻ തന്നെ. ഇവിടെ തിരുവെഴുത്തല്ല, ഈ രാജഗുരുവിന്റെ അധികാരത്തിലാണ്. ഇവിടെ തിരുവെഴുത്ത് പോയിട്ട് എഴുത്ത് തന്നെ ഉണ്ടോ? ഏതായാലും ഹാസ്യരാമൻ തന്നെ മഹാരാജാവെന്ന് എന്റെ മനസ്സ് പറയുന്നു. അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കട്ടെ, ഒന്നും സംഭവിക്കാൻ പോണില്ല. അദ്ദേഹത്തോടെങ്കിലും സങ്കടം പറയാലോ. തിരുവെഴുത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ സങ്കടം കേൾക്കുന്നതും ഞാൻ തന്നെ. ഞാൻ ഏതായാലും ആ സിംഹാസനത്തിൽ ഒന്ന് ഇരുന്നിട്ട് തന്റെ സങ്കടം കേൾക്കാം. വിദൂഷകൻ നിയമത്തെ ധിക്കരിക്കാമെന്നായോ? അതും ഈ കൊത്തുവാൾ ഇവിടെ നിൽക്കുമ്പോൾ സാധ്യമല്ല. സിംഹാസനത്തിൽ നിന്നും മാറ്. സാരമില്ല. മറ്റാരെങ്കിലും എന്റെ തോളന്റെ സിംഹാസനത്തിൽ ഇരുന്നാൽ ഇതാണ് അനുഭവം. നിയമത്തിന്റെ ശക്തി എന്തെന്ന് അറിയും. അത് കൊത്തുവാൾ ഭംഗിയായി നടിച്ചു കാണിച്ചു. തോഴനോട് കൊത്തുവാളിന്റെ മിടുക്കും ആത്മാർത്ഥതയും പറഞ്ഞു മനസ്സിലാക്കി ജോലിക്കയറ്റം വാങ്ങിത്തരാം. അടുത്ത വിദൂഷകനായിട്ടായിരിക്കും. ഈ എല്ലാരും ഇങ്ങനെ വിദൂഷകനായാലോ? എന്റെ പരാതി ആരോടാ ഒന്ന് പറയുക. എന്താ കേവലരാമ തന്റെ പരാതി? പരാതിയോ? പരാതിയല്ലേ ഉള്ളൂ. എപ്പോഴും രാജാവ് വരുന്നു വരുന്നു എന്ന് പറഞ്ഞ് കളിപ്പിക്കുന്നത് ആരുടെ സൂത്രമാ? അഗ്നിവർണ്ണ മഹാരാജാവ് എഴുന്നള്ളുന്നു. അഗ്നിവർണ്ണ മഹാരാജാവ് എഴുന്നള്ളുന്നു. ഒരു പെണ്ണ? രാജാവ് വാസ്തവത്തിൽ പെണ്ണാണോ? ഏയ്, അഗ്നിവർണ്ണൻ ആണിന്റെ പേരല്ലേ. പോരാനിട്ട് അദ്ദേഹത്തിന്റെ കാലുകൾ ഇവിടെ ഇല്ലേ? അതാൺ കാലാണ് താനും. അദ്ദേഹം തൻകാലിലേ നിൽക്കൂ. ആരാണെന്ന് അങ്ങോട്ട് നേരിട്ട് ചോദിക്ക്. ഇവിടെ കാര്യഗൗരവമുള്ളവരെല്ലാം മൗനത്തിലാണ്. കയ്യിലൊരു ചൂലും പിന്നെ കിണ്ടിയും. സ്ത്രീയെ, നിങ്ങൾ ആരാണ്? ഞാൻ കൊട്ടാരത്തിലെ അടിച്ചുതളിക്കാരി. കൊഴലൂത്തുകാരുടെ ഒരു പാടെ അടിച്ചുതളിക്കാരിക്കും അകമ്പടി സേവിക്കണം. അഗ്നിവർണ്ണ മഹാരാജാവിന്റെ നീതി കൊള്ളാം. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം. എന്താ അടിച്ചുതളിക്കാരി ഈ അനവസരത്തിൽ ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെടാൻ? ആയുധം എന്തിനാ? ശിക്ഷിക്കാനല്ലാതെ. ശിക്ഷിക്കാൻ രാജാവില്ലേ? രാജാവിന്റെ ഇന്ദ്രിയങ്ങൾക്ക് നേരമില്ലെങ്കിൽ കൊത്തുവാളില്ലേ? എല്ലാത്തിനും മുകളിൽ രാജഗുരുവില്ലേ? അതിനും മുകളിൽ വിദൂഷകനില്ലേ?
എന്നാൽ വിദൂഷകനെ ഒരു സത്യം പറയാം, മറച്ചു വയ്ക്കുന്നില്ല. അടിച്ചു കളിക്കാര് തന്നെയാണ് വിദൂഷകന്റെയും മുകളിൽ. ചിരിക്കാൻ ഫലിതം പറഞ്ഞതല്ല. എനിക്കിതൊന്നും അറിഞ്ഞൂടാ. എല്ലാവരും ഒന്ന് മാറി തരണം. ഇവിടമെല്ലാം ഒന്ന് അടിച്ചു വാരണം. മാറിയില്ലെങ്കിൽ ഞങ്ങളെ ചവറാക്കുമായിരിക്കും. അല്ലാണ്ട് ഞാനെന്ത് ചെയ്യാനാ? രാജഗുരുവിനെയും ചവറാക്കുമോ? രാജഗുരു, അതിന് രാജാവിടെ? അത് ശരിയാ, രാജാവില്ലെങ്കിൽ പിന്നെ രാജഗുരുവോ? രാജാവില്ലേ? കൊള്ളാം, രാജഗുരുവിനും സംശയം. സംശയം എപ്പോഴും നല്ലതിനാണ്. അടിച്ചു കളിക്കാരെ, ഈ കാലുകളും അടിച്ചു വാരി കളയുമോ? എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല. എനിക്ക് എന്റെ ജോലി നോക്കണം. ആര് തന്ന ജോലി? അതിന് അധികാരമുള്ളവർ. ഇവിടെ അതിന് അധികാരമുള്ളവർ ആരെങ്കിലും ഉണ്ടോ? അയ്യോടാ, ഇതെന്നാ ഭ്രാന്താ? സിംഹാസനത്തിൽ രാജാവ് ഉണ്ടെന്നോ ഇല്ലെന്നോ അടിച്ചു കളിക്കാർ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവും ഇല്ല. അവിടെ രണ്ട് കാലുകളുണ്ട്, തീർച്ച എനിക്ക് വ്യക്തമായി കാണാം. ഒന്നും അറിയാത്തവരെ പോലെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലോ? എനിക്കുണ്ടല്ലോ നിങ്ങളെക്കാൾ കാര്യഗൗരവം. കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത് വാസ്തവത്തിൽ കഷ്ടമാണ്. അതുപോലെ കാണാഞ്ഞിട്ടും കണ്ടെന്ന് നടിക്കുന്നത് അതിലും കഷ്ടം. യഥാ രാജ തഥാ പ്രജ, അഥവാ യഥാ പ്രജ തഥാ രാജ. വാസ്തവം നമുക്ക് അവകാശപ്പെട്ടതേ നമുക്ക് ലഭിക്കൂ. നിങ്ങൾ ഈ കൊട്ടാരത്തിലെ അടിച്ചു കളിക്കാരെയല്ലേ? നിങ്ങളാണ് ശരിക്ക് രാജാവ്. രാജാവല്ല, രാജ്ഞി. ഞങ്ങളുടെ സങ്കടം അങ്ങോട്ട് പറയട്ടെ. ഇവിടമെല്ലാം ഒന്നടിച്ചു തളിച്ച് വൃത്തിയാക്കണേ രാജ്ഞി. ഇത് നല്ല കൂത്ത്. എന്റെ ജോലി അത്. എനിക്കാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ രാജ്ഞിയൊന്നും അല്ല. തമാശക്കാരാ, നിങ്ങൾ കൂടെ കുടിക്കേ. എല്ലാവരും മാറിക്കൊള്ളി. അന്തരീക്ഷത്തിലെ മാറാലെല്ലാം അടിച്ചു കളയട്ടെ. ഈ നിലത്ത് കിടക്കുന്ന ചപ്പുചിപ്പെല്ലാം പറപ്പിച്ചു കളയട്ടെ. അന്നന്ന് കണ്ടതിനെ വാഴ്ത്തുന്നു, അത്ര തന്നെ. ആ, എല്ലാവരും കൂടിക്കോളൂ. നിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ ആരും മാറ്റത്തെ എതിർക്കണ്ട, പൊതുവികാരത്തെ വേദനിപ്പിക്കണ്ട. തുടങ്ങിക്കോളൂ. പാഹി പാഹി